ഡോക്ടർ മോഹൻ വർഗീസ്, ഒരിടത്ത് ഇറാൻ അമേരിക്ക സംഘർഷം, മറ്റൊരിടത്ത് സൗദി ഹൂത്തി സംഘർഷം. ഈ സൗദി ഹൂത്തി സംഘർഷത്തെക്കുറിച്ച് നമ്മൾ ഒരു എപ്പിസോഡ് കഴിഞ്ഞ ദിവസം ചെയ്തതുമാണ്. ഇതിന് പിന്നാലെയാണ് ഇറാൻ്റെ കപ്പലിനെ ഉക്രൈൻ ആക്രമിച്ച സംഭവവും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഒരേ സമയം തന്നെ പലയിടത്ത് ശ്രദ്ധ നൽകേണ്ട അവസ്ഥയിലായിരിക്കുകയാണ് ഇറാൻ. റഷ്യയ്ക്ക് ഇറാൻ ആയുധം നൽകുന്നത് തടയാനാണ് ഈ ആക്രമണം നടത്തിയത് എന്ന് ഉക്രൈൻ പറയുന്നുമുണ്ട്. അപ്പോൾ യൂറോപ്പിനെ കൂടി ഇറാനെതിരായ യുദ്ധത്തിലേക്ക് വലിച്ചിടുകയാണോ ഉക്രൈൻ ചെയ്യുന്നത്? ഉക്രൈൻ വിചാരിച്ചാൽ യൂറോപ്പിനെ യുദ്ധത്തിലേക്ക് പിടിച്ച് വലിച്ച് കൊണ്ടുവരാൻ ആവും എന്ന് പൂർണ്ണാർത്ഥത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. യൂറോപ്പിന് ഈ യുദ്ധത്തിൽ യഥാർത്ഥത്തിൽ ഒരു താല്പര്യവുമില്ല, പല കാരണങ്ങളാലാണ്. കാരണം യൂറോപ്പിന് എണ്ണ ആവശ്യമുണ്ട്. യൂറോപ്പിൽ വിൻ്റർ വരുമ്പോൾ വലിയ രീതിയിലാണ് ഹീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് വേണ്ടി വരുന്നത്. അത് നേരിടണമെങ്കിൽ പരമ്പരാഗതമായി റഷ്യയിൽ നിന്ന് വരുന്ന പ്രകൃതിവാതകം അല്ലെങ്കിൽ ഹൈഡ്രോ കാർബൺ അതുപയോഗിച്ചുകൊണ്ട് ഹീറ്റിംഗ് കാര്യങ്ങളൊക്കെ നടക്കും. പരമ്പരാഗതമായി കൽക്കരിയൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോഴിതാ ഫോസിലൈസ്ഡ് ഫ്യൂവൽ മറ്റു രൂപത്തിൽ ഉപയോഗിക്കുന്നു. പക്ഷേ റഷ്യയ്ക്ക് നേരെയുള്ള ഉപരോധം ഇപ്പോൾ തുടരുന്ന റഷ്യ ഉക്രൈൻ യുദ്ധം കാരണം യൂറോപ്പിലെ പ്രധാനപ്പെട്ട ഊർജ്ജ ഉപഭോഗ രാജ്യങ്ങൾ ഫ്രാൻസും ജർമ്മനിയും സ്പെയിനും പോർച്ചുഗലും ഇറ്റലിയും ഒക്കെ തന്നെ വലിയ തോതിൽ ഈ ബാഹ്യമായി യൂറോപ്പിന് പുറത്തുനിന്ന് വരുന്ന എണ്ണയെ ആശ്രയിക്കുന്നു. ബ്രിട്ടൻ ആ രീതിയിൽ ആശ്രയിക്കുന്നില്ല. കാരണം അവിടെ നോർത്ത് സീയിൽ ബ്രിട്ടന് എണ്ണ നിക്ഷേപമുണ്ട്, അവർക്ക് ആവശ്യത്തിനുള്ള എണ്ണയുണ്ട്. എങ്കിലും എണ്ണയുടെ സ്റ്റെബിലിറ്റി വളരെ പ്രധാനമാണ് യൂറോപ്പിൽ. അത് പരമ്പരാഗതമായി റഷ്യയിൽ നിന്ന് ലഭിക്കുന്നു. അതേപോലെ തന്നെ പേർഷ്യൻ ഗൾഫ് മേഖലയിൽ നിന്നും ചെങ്കടലിലൂടെ കടന്ന് ഈ പറയുന്ന സൂയസ് കനാലും കടന്ന് മെഡിറ്ററേനിയൻ കടലിൽ എത്തിക്കഴിഞ്ഞാൽ തെക്കൻ യൂറോപ്പാണ്. അവിടേക്ക് എണ്ണ എത്തുമായിരുന്നു. ഇപ്പോൾ പേർഷ്യൻ ഗൾഫ് ബ്ലോക്ക്ഡാണ്. ചെങ്കടൽ ഭാഗികമായി ബ്ലോക്ക്ഡാണ് ഹൂതികളുടെ സൗദി വിരുദ്ധ നിലപാട് കാരണം. അതുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ വലിയ സമ്മർദ്ദം അനുഭവിക്കുന്നു. എങ്ങനെയെങ്കിലും യുദ്ധം തീരണമെന്നാണ് യൂറോപ്പ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഉക്രൈൻ ഒരു ഇറാനിയൻ കപ്പലിനെ ആക്രമിച്ചു എന്ന ഒറ്റ കാരണത്താൽ ഉക്രൈനും ഇറാനും തമ്മിൽ തെറ്റുകയും ആ യുദ്ധസമാനമായ സാഹചര്യവും എത്തിയാൽ യൂറോപ്പിൽ യുദ്ധരംഗത്തേക്ക് വരുമോ എന്നാണ് ചോദ്യമെങ്കിൽ അങ്ങനെ അങ്ങ് വരണമെന്നില്ല. കാരണം യൂറോപ്പിന് അവരുടേതായ പ്രിഫറൻസ് ഉണ്ട്. അല്ല എങ്കിൽ അമേരിക്ക ഫെബ്രുവരി 28 തുടങ്ങിയ യുദ്ധത്തിൽ അമേരിക്ക മാടി വിളിച്ചതാണ്, നിങ്ങൾ വരൂ, തങ്ങളെ സഹായിക്കൂ. അതിന് മുൻപ് തന്നെ ഹോർമൂസ് തുറക്കാൻ വേണ്ടി അമേരിക്ക ഒരുപാട് ശ്രമിച്ചതാണ്. യൂറോപ്യൻ സഹായത്തോടുകൂടി ജർമ്മൻസ്, ഫ്രഞ്ച്, ബ്രിട്ടീഷ് കപ്പലുകൾ ഒന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരുമിച്ച് നിന്ന് ഹോർമൂസ് തുറക്കാം എന്നൊക്കെ പറഞ്ഞതാണ്. യൂറോപ്പ് ചെവിക്കൊണ്ടില്ലല്ലോ. മാത്രമല്ല ഈ യുദ്ധത്തിൽ ഇടപെടാൻ യൂറോപ്പിന് താല്പര്യമില്ലാതെ പോകുന്നത് അത് ഒരുപാട് കാരണങ്ങളാണ്. ഒന്ന്, ഈ ഗ്രീൻലൻഡ് വിഷയത്തിലൊക്കെ ട്രംപ് എടുത്ത നിലപാട് ഡെൻമാർക്കിനെ വല്ലാതെ പ്രകോപിപ്പിച്ചില്ലേ. ഗ്രീൻലൻഡിങ് ഞങ്ങൾ എടുക്കുകയാണ് എന്നൊക്കെ ട്രംപ് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങൾക്കൊരു പുല്ല് വില പോലും കൊടുക്കുന്നില്ല. എന്തിന് തൊട്ടടുത്ത് കിടക്കുന്ന കാനഡയെ പോലും അങ്ങ് എടുക്കുകയാണ്. 51ാം സംസ്ഥാനമായി കാനഡയെ മാറ്റാൻ ഞങ്ങൾ തയ്യാറാണ്, നിങ്ങൾ തയ്യാറാണോ എന്ന് ചോദിക്കുന്ന ട്രംപ് എങ്ങനെ വിശ്വാസം ആർജിക്കും? അതുമാത്രമല്ല, വ്യാപാര യുദ്ധത്തിൽ യൂറോപ്പ് സഖ്യകക്ഷിയാണെന്ന് പോലും, സൈനികമായി സഖ്യകക്ഷിയാണ് എന്നത് പോലും ഓർക്കാതെ ടാരിഫ് യുദ്ധത്തിൽ യൂറോപ്പിനെ കൂടി ട്രംപ് വലിച്ചഴച്ചില്ലേ? ഇതൊന്നും തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ മറക്കാൻ സാധ്യതയില്ല. ബ്രിട്ടനും അമേരിക്കയും തമ്മിൽ ബോസം ഫ്രണ്ട്സാണ്, എക്കാലത്തും ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ആ രീതിയിലുള്ള ഊഷ്മളത, ട്രാൻസ് അറ്റ്ലാന്റിക് ആ ഒരു ബോൺഹോമി ഇപ്പോൾ ഉണ്ടെന്ന് പറയാനാവില്ല. അതുകൊണ്ടാണ് ട്രംപിൻ്റെ യുദ്ധങ്ങളായിരിക്കട്ടെ, തങ്ങൾ ഇടപെടാൻ തയ്യാറല്ല. പക്ഷേ യുദ്ധം മേഖലയിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പല മേഖലയിലേക്കും ഓൾറെഡി വ്യാപിച്ചു കഴിഞ്ഞു. അതായത് 4 ഡിഫറൻറ്റ് ലെവലിലേക്കാണ് വ്യാപിച്ചിരിക്കുന്നത്. ചെങ്കടലിലേക്ക് വ്യാപിക്കുന്നതിൻ്റെ പിന്നിൽ ഇറാൻ വിഷയം പരിഹരിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് വരുന്നത്. ഹൂതികൾ ഇറാൻ പറഞ്ഞാൽ അടങ്ങി നിൽക്കും. പക്ഷേ ഇറാൻ പറയണമല്ലോ. ഹൂതികളിപ്പോൾ സൗദിക്കെതിരെ നീക്കത്തിലാണ്. സൗദി അറേബ്യയ്ക്കും ബുദ്ധിപൂർവം ഈ സന വിമാനത്താവളത്തിലേക്ക് ഇറങ്ങാൻ ശ്രമിച്ച ഹൂതി നേതാക്കളെ തടയേണ്ട ആവശ്യമില്ലായിരുന്നു. അതിൽ നിന്നാണല്ലോ ഇപ്പോൾ ഈ സംഘർഷം ഉദ്ഭവിച്ചത്. അത് വേണമെങ്കിൽ ബുദ്ധിപൂർവ്വം അത് പരിഹരിക്കാമായിരുന്നു, അങ്ങനെ ഒരു കാര്യം ഉണ്ടാക്കാതിരിക്കാമായിരുന്നു. പക്ഷേ ഹൂതികൾ തക്കം പാർത്തിരിക്കുകയാണ്. ഇറാന് വേണ്ടി ഏതെങ്കിലും മേഖലയിൽ തങ്ങളാലാവുന്നത് ചെയ്യാനാവും എന്ന പരിഗണനയിൽ നിന്നുകൊണ്ടാണ് ചെങ്കടലിൽ സമ്മർദ്ദമുണ്ടാക്കാൻ ഹൂതികൾക്ക് കഴിയുന്നു. മുൻപും കഴിഞ്ഞിട്ടുണ്ട്, ഇനിയും കഴിയും. അതുകൊണ്ടൊരു പെരനിയൽ പ്രോബ്ലമായി ഈ യമനിലെ ഹൂതികൾ നിൽക്കുമ്പോൾ
ചെങ്കടൽ വഴിയുള്ള കപ്പൽ ഗതാഗതം ബാബൽ മന്ദേബ് കടന്ന് ചെങ്കടലിലെത്തി സൂയസ് കനാലിലൂടെ അങ്ങ് യൂറോപ്പിലേക്ക് പോകാനുള്ള ആ ഒരു മാർഗം, ആ മാർഗ തടസ്സം ഉണ്ടാവുകയാണ്. അത് യൂറപ്പിൻ്റെ കൺസേണാണ്, അമേരിക്കയുടെ കൺസേണാണ്, എല്ലാ ഗൾഫ് രാജ്യങ്ങളുടെയും കൺസേണാണ്, ഏറ്റവും പ്രധാനമായി സൗദി അറേബ്യയുടെ കൺസേൺ ആണ്. 2, പേർഷ്യൻ ഗൾഫ് എക്കാലത്തും സംഘർഷഭരിതമാണ്. ഈ കഴിഞ്ഞ കുറേ കാലമായി സംഘർഷഭരിതമാണ്. പ്രത്യേകിച്ച് ഫെബ്രുവരി 28, 2026 മുതൽ വലിയ സംഘർഷ മേഖലയാണ്. അത് തുറക്കുന്നതിനെക്കുറിച്ചാണ് പ്രധാനപ്പെട്ട ചർച്ചകളെല്ലാം തന്നെ. ഇപ്പം യുദ്ധത്തിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് ആണവ വിഷയത്തിൽ നിന്നും ഏറെ മാറിപ്പോയിട്ട് കാലമേറെയായി. ഇപ്പോൾ ഹോർമൂസാണ് പ്രഥമ പരിഗണന. ഹോർമൂസ് എങ്ങനെ തുറക്കാം, അതിന് എന്തുതരം വിട്ടുവീഴ്ചകൾ പരസ്പരം ചെയ്യും. ഇത് ഏകപക്ഷീയമായി ആരെങ്കിലും ചെയ്യേണ്ട വിട്ടുവീഴ്ചയല്ല. ഇറാനാണിപ്പോൾ പിടിമുറുകിയിരിക്കുന്നത്. ഇറാനാണ് ഒരു നീക്കം നടത്തിയ സമൃദ്ധമായ ചതുരംഗക്കളിയിലെ സമൃദ്ധമായ ഒരു നീക്കം എന്ന നിലയിൽ ഇറാൻ സത്യത്തിൽ അമേരിക്കയ്ക്ക് ചെക്ക് വെച്ചിരിക്കുകയാണ്. അതായത് അമേരിക്കയ്ക്ക് മുന്നോട്ട് പോകാനാവാത്ത രീതിയിൽ ഹോർമൂസ് എന്നത് ബ്ലോക്ക്ഡ് ആകുമ്പോൾ, പ്രാക്ടിക്കലി ബ്ലോക്ക്ഡാണ്. അമേരിക്ക ഹോർമൂസ് ഇതാ തുറന്നു കിടക്കുന്നു, നിങ്ങൾ കപ്പലുകൾ പൊയ്ക്കോളൂ എന്ന് പറയുമ്പോഴും പ്രാക്ടിക്കലി ഒരു കപ്പലും ആ രീതിയിൽ പോകുന്നില്ല. ഇറാനെ അറിയിച്ചതിന് ശേഷം സമ്മതം വാങ്ങി ഏതാനും കപ്പലുകൾ ഇപ്പോഴും പുറത്തു പോകുന്നുണ്ട്. ഇറാൻ്റെ സമ്മതം വാങ്ങാതെ പോകാൻ ശ്രമിച്ച 6 കപ്പലുകളെ തടഞ്ഞ് തിരിച്ചയച്ചതായി കഴിഞ്ഞ ദിവസവും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഹോർമൂസിനകത്തേക്ക്, വെളിയിൽ നിന്നും അകത്തേക്ക് അധികം കപ്പലുകൾ കടന്നു വരുന്നതുമില്ല. ഇനി പുതിയ പാത വെട്ടിത്തുറക്കാൻ അമേരിക്ക നടത്തിയ ശ്രമം ഒമാൻ തീരത്തുകൂടി, UAE തീരത്തുകൂടി, ഇറാൻ തീരം ഉപേക്ഷിച്ച് ഇറാൻ നിർദ്ദേശിച്ച പാത അവഗണിച്ചുകൊണ്ട് വെസലുകൾക്ക് സുഗമമായി പോകാമെന്ന അമേരിക്കൻ കണക്ക് കൂട്ടലാണ് തെറ്റിയത്. ഇറാൻ ഇടപെട്ട് തെറ്റിച്ചത്. അപ്പോൾ ആരും പ്രതീക്ഷിച്ചില്ലല്ലോ. ആയത്തുള്ള അലി ഖൊമേനിയുടെ ഈ ഖബറടക്ക ശുശ്രൂഷ വേളയിൽ തന്നെ ഇറാൻ ഈ കപ്പലുകളെ, അങ്ങനെ ഇറാൻ്റെ സമ്മതമില്ലാതെ പോകുന്ന കപ്പലുകളെ ആക്രമിക്കും എന്നൊന്നും ആരും ചിന്തിച്ചില്ലല്ലോ. അത് നോട്ട് ഈവൻ എ വൈൽഡ് ഗസ്. പക്ഷേ അത് സംഭവിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇറാൻ രണ്ടും കൽപ്പിച്ചാണ്. ഇറാൻ കഴിഞ്ഞ ദിവസവും ഇറാൻ്റെ പാർലമെൻറ്റിൻ്റെ വൈസ് ചെയർപേഴ്സൺ പറഞ്ഞ, പാർലമെൻറ്റിൻ്റെ സ്പീക്കറാണ് ഗാലിബ, അദ്ദേഹത്തിൻ്റെ ഡെപ്യൂട്ടി, പറഞ്ഞൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഹോർമൂസിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് സമഗ്രമായ ഒരു കരാറിൽ കൂടി മാത്രമേ ഹോർമൂസ് വിഷയം പരിഹരിക്കാൻ ആവൂ. അപ്പോൾ അതൊരു വിഷയം തന്നെ അല്ലേ? അപ്പം ചെങ്കടലിലെ ഹൂതികളുടെ വിഷയം, സൗദി വിഷയം, പേർഷ്യൻ ഗൾഫിൽ തുടരുന്ന സംഘർഷം, ഹോർമൂസുമായി ബന്ധപ്പെട്ട തുടരുന്ന സംഘർഷം, പിന്നെ നിരന്തരമായി വരുന്ന അമേരിക്ക ഇറാൻ ആക്രമണം വീണ്ടും നിർത്തിവെക്കുകയും പുനരാരംഭിക്കുകയും നിർത്തിവെക്കുകയും വീണ്ടും പുനരാരംഭിക്കുകയും, ഇപ്പോൾ സമാധാനത്തിൻ്റെ ഏതാനും ദിവസങ്ങൾ, മണിക്കൂറുകൾ ആയി, 100 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു, ഇനിയും തുടരാം. അപ്പോൾ അത് സംഘർഷം തന്നെയാണ്. ഇപ്പോഴിതാ പുതിയ 2 സംഘർഷ മേഖലകൾ കഴിഞ്ഞ 2-3 ദിവസത്തിനുള്ളിൽ സംഭവിച്ച മാറ്റങ്ങളാണ്. നിർണായകമായ മാറ്റം, വഴിത്തിരിവുണ്ടാക്കാൻ കഴിയുന്ന 2 മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഇതും പ്രഥമമായി കാസ്പിയൻ കടലിലേക്ക് ആക്രമണം വ്യാപിച്ചിരിക്കുന്നു. ഒരിക്കൽ പോലും ഇറാൻ്റെ വടക്കു ഭാഗത്തെ കാസ്പിയൻ കടലിൽ സംഘർഷമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതല്ല. ഇപ്പോൾ അവിടേക്കും സംഘർഷമുണ്ട്. അത് റഷ്യയുടെ ബാക്ക് യാർഡ് ആണെന്നോർക്കണം. കാസ്പിയൻ കടലുമായി അതിർത്തി പങ്കിടുന്ന റഷ്യയ്ക്ക് ഈ യുദ്ധത്തിൽ ഏതെങ്കിലും രീതിയിൽ ഇടപെടലുകൾ നടത്തണമെങ്കിൽ, റഷ്യൻ ഫ്ലീറ്റുകൾക്ക് ഇറാൻ്റെ രക്ഷയ്ക്ക് വേണ്ടി എത്തണമെങ്കിൽ ആ ഒരു പ്രദേശമാണ്, കാസ്പിയൻ കടലാണ് പ്രധാനപ്പെട്ട വഴി. അത് മാത്രമല്ല, റഷ്യയെ അനുകൂലിക്കുന്ന, പൊതുവെ റഷ്യ പക്ഷത്ത് നിൽക്കുന്ന രാജ്യങ്ങളാണ് കസാഖിസ്ഥാൻ, തുർക്ക്മേനിസ്ഥാൻ, ഇറാൻ അല്ലെങ്കിൽ അസർബൈജാൻ. ഈ രാജ്യങ്ങളൊക്കെ തീർച്ചയായിട്ടും റഷ്യൻ സ്കീം ഓഫ് തിങ്സിലുള്ള രാജ്യങ്ങളാണ്. അവിടെ അമേരിക്കയ്ക്കോ ഇസ്രയേലിനോ പിടിമുറുക്കാൻ ഒരു സാധ്യതയും കാണുന്നില്ല. അതുകൊണ്ട് റഷ്യ ഒരു ബാലൻസിങ് ഫാക്ടറായി വന്നേക്കാം. ഇറാൻ വളരെയധികം സമ്മർദ്ദം അനുഭവിക്കുകയാണെങ്കിൽ, ഇനി കീഴടങ്ങലിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് എത്തേണ്ടി വന്നാൽ റഷ്യയ്ക്ക് കടന്നു വരാവുന്നൊരു മേഖലയായി അത് വ്യാപിച്ചു. അങ്ങനെ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ഉക്രൈനിയൻ പ്രസിഡന്റ് വൊലോഡിമിർ സെലൻസ്കി കാട്ടിയ നൂറ്റാണ്ടിൻ്റെ അബദ്ധം എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ഇറാൻ കപ്പലിനെ ഒരു പ്രകോപനവുമില്ലാതെ ഉക്രൈൻ ആക്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ എന്ത് തന്നെ സത്യമുണ്ടായിരുന്നാലും, സത്യമുണ്ട് എന്നൊന്നും ഞാൻ കരുതുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? ഇറാൻ എങ്ങനെയാണ് റഷ്യയെ ഈ ഘട്ടത്തിൽ സഹായിക്കുക? തിരിച്ചു വേണമെങ്കിൽ സംഭവിക്കും. വലിയ രാജ്യമായ റഷ്യയ്ക്ക് ഇറാനെ ആയുധം നൽകി സഹായിക്കാൻ കഴിയും. പക്ഷേ ഉക്രൈൻ എങ്ങനെയാണ് പറയാൻ കഴിയുക? ഇറാൻ ഇപ്പോൾ ഡ്രോണുകൾ വഹിച്ചുകൊണ്ട് റഷ്യയിലേക്ക് ഈ കാസ്പിയൻ കടലിലൂടെ കപ്പലുകൾ അയക്കുന്നു. ആ കപ്പലുകളെയാണ് തങ്ങൾ ലക്ഷ്യം വെച്ചത്. മുൻകാലത്ത് സംഭവിച്ചിട്ടുണ്ട്.
അന്ന് ഇറാൻ യുദ്ധത്തിലല്ലായിരുന്നു, റഷ്യ ഉക്രൈനുമായി യുദ്ധത്തിലായിരുന്നു. അപ്പോൾ ഇറാൻ റഷ്യയെ ഡ്രോണുകൾ നൽകി സഹായിച്ചിട്ടുണ്ട്. ഇതേ റൂട്ടിലാണ് ഡ്രോണുകൾ കൊണ്ടുപോയിരുന്നത് എന്നും കാണാം. ഇപ്പോൾ അതാകാൻ ഒരു സാധ്യതയുമില്ല. ഇറാന് ഡ്രോണുകൾ ആവശ്യമാണ്, അത്യാവശ്യമാണ്. ഈ പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ അയക്കുന്ന ആയിരക്കണക്കിന് ഡ്രോണുകൾ, അത് ആ ശേഖരം നഷ്ടപ്പെടാൻ ഇറാൻ ആഗ്രഹിക്കില്ല. അതുകൊണ്ട് ഉക്രൈൻ പറയുന്നതിനകത്ത് ഒരു ലോജിക്കുമില്ല. അത് മാത്രമല്ല, ഒരു യൂറോപ്യൻ രാജ്യം, ഉക്രൈൻ എന്ന യൂറോപ്യൻ രാജ്യം ഈ യുദ്ധത്തിലേക്ക് കടന്നു വരേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു. പരസ്യമായി ഇപ്പോഴും കടന്നു വന്നിട്ടില്ല, ഈ ആക്രമണം നടത്തി. പക്ഷെ ഇപ്പോഴും സെലൻസ്കി പറയുന്നത് തങ്ങൾ കൂടുതൽ ആക്രമണം നടത്താൻ തയ്യാറാണ് എന്ന മട്ടിലാണ്. അതുകൊണ്ട് ഇവിടെ ഇസ്രയേലും ഉക്രൈനും ഒക്കെ തന്നെ യുദ്ധം തുടരാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളായി മാറുന്നു. റഷ്യയും കാത്തിരിക്കുകയാണോ ഒന്ന് എസ്കലേറ്റ് ചെയ്യാൻ വേണ്ടി? ഇതൊക്കെ എസ്കലേറ്റ് ചെയ്താൽ റഷ്യക്ക് നല്ലതല്ലേ? അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണയ്ക്ക് വില കൂടും, വീണ്ടും കൂടും. ഇപ്പോൾ ലേശം കുറഞ്ഞു നിൽക്കുന്നു, സമാധാനം വരുന്നു എന്നൊരു പ്രതീക്ഷ വന്നപ്പോൾ ഇപ്പോൾ $100 മുകളിൽ പോയ ബാരലിൻ്റെ വില ഇപ്പോൾ $90 താഴെയായിരിക്കുന്നു. 2 ദിവസം കൊണ്ടുണ്ടായ ഒരു ഇടിവാണ്. അത് വീണ്ടും ഇടിഞ്ഞ് 70-60 ആയി മാറാം. പക്ഷേ ലോകം വിശ്വസിക്കുന്നത്, ഈ എനർജി സെഗ്മെൻറ്റ് ഒബ്സർവ് ചെയ്യുന്നവർ വിശ്വസിക്കുന്നത് ഇതൊരു വലിയ കാറ്റ് ആൻഡ് മൗസ് ഗെയിമാണ്. ഇത് തുടരാനുള്ള സാധ്യതയുണ്ട്. യുദ്ധം മൾട്ടിപ്പിൾ ഫ്രണ്ടിൽ തുടരാൻ സാധ്യതയുണ്ട്. ഇത് റഷ്യയ്ക്കും അമേരിക്കയ്ക്കും സ്വീകാര്യമാകുന്ന ഒരു കാര്യമാണ് ഉയർന്ന എണ്ണ വില. അപ്പോൾ പേർഷ്യൻ ഗൾഫിലൂടെയും ചെങ്കടലിലൂടെയും ഒക്കെയുള്ള എണ്ണ ഗതാഗതം തടസ്സപ്പെടുമ്പോൾ അതിൻ്റെ പ്രയോജനം ലഭിക്കുന്ന റഷ്യക്കാണ്. റഷ്യ ഉപരോധം നേരിട്ടിരുന്നു. ഇപ്പോൾ അത്രയും കടുത്ത ഉപരോധമില്ല. റഷ്യൻ എണ്ണ എത്തിയേ പറ്റൂ, യൂറോപ്പിലെത്തിയേ പറ്റൂ, ഇന്ത്യയിലെത്തിയേ പറ്റൂ, മറ്റിടങ്ങളിലെത്തിയേ പറ്റൂ. സമാന്തരമായി അമേരിക്കയ്ക്കും എണ്ണ കൂടുതൽ ഉത്പാദിപ്പിക്കാൻ കഴിയുന്നു. ഇപ്പോൾ വെനിസ്വലയിൽ നിന്നും അമേരിക്ക നിയന്ത്രണത്തിലുള്ള എണ്ണ ലോക വിപണികളിൽ അധികം താമസിക്കാതെ വൻതോതിൽ എത്തി തുടങ്ങും. ഇതിനെല്ലാം നല്ല വില ലഭിക്കുക കൂടി ചെയ്യുമ്പോൾ ഒരു $70 പെർ ബാരൽ എന്നതിന് താഴേക്ക് പോകാതെ എണ്ണ വില പിടിച്ചു നിർത്താൻ വേണ്ടിയുള്ള ഗൂഢമായ ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്ന തുടർ യുദ്ധങ്ങൾ, തുടർ സംഘർഷം. ഇത് ബെനിഫിറ്റഡ് ആകുന്നത് അമേരിക്കയ്ക്കും റഷ്യയ്ക്കും മാത്രമാണ്. ഇതുകൊണ്ട് തിക്തഫലം അനുഭവിക്കേണ്ടത് ചൈനയും ഇന്ത്യയും ഒക്കെ തന്നെയാണ്, അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ തീർച്ചയായും. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ മൾട്ടിപ്പിൾ ഫ്രണ്ടിൽ യുദ്ധം പടരുമ്പോൾ അത് ഒതുക്കാൻ കാര്യമായ ശ്രമം അമേരിക്ക നടത്തുമോ എന്നതാണ് ഇവിടുത്തെ $1 ബില്യൺ ക്വസ്റ്റ്യൻ. ഇത് ആയുധ മത്സരം മാത്രമല്ല, ഇത് എണ്ണയുടെ വിപണനത്തിന് വേണ്ടിയുള്ള, എനർജി സെക്യൂരിറ്റിക്ക് വേണ്ടിയുള്ള ഒരു യുദ്ധം കൂടിയാണ്, എനർജി മാർക്കറ്റിന് വേണ്ടിയുള്ള യുദ്ധം കൂടിയാണ് എന്ന് പലരും ചിന്തിക്കുന്നത്. എന്തുകൊണ്ട് പരിഹാരമില്ല എന്നാണ് പലരും ചോദിക്കുന്നത്. ഇപ്പോൾ സ്വകാര്യ സംഭാഷണങ്ങളിലും സ്വകാര്യ ഫോൺ കോളുകളിലും ഒക്കെ ചോദിക്കുന്നത്, സാറേ ഇതെങ്ങനെയാണ് പരിഹരിക്കുന്നത്? ആ ഉത്തരമില്ല. ഞാൻ തിരിച്ചു ചോദിക്കാറുണ്ട്, നിങ്ങൾ പറയൂ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത്? ഇതിനകത്ത് ഇച്ഛാശക്തി വേണം. ഒരു രാജ്യത്തിന് മാത്രം ഇച്ഛാശക്തി ഉള്ളതുകൊണ്ട് പരിഹരിക്കാനാവില്ല. സമഗ്രമായ ഇച്ഛാശക്തി കാട്ടണം. റഷ്യയും അമേരിക്കയും ഗൾഫ് രാജ്യങ്ങളും ഇറാനും ഇസ്രയേലും ഒരുപോലെ ഇച്ഛാശക്തി കാട്ടേണ്ടതുണ്ട്. ഇപ്പോൾ ഇത് അവസാനിപ്പിക്കണമെന്ന് പൂർണ്ണമായ ഇച്ഛാശക്തി കാട്ടുന്നത് പേർഷ്യൻ ഗൾഫിലെ GCC മേഖലയിലെ 6 അറബി രാജ്യങ്ങളും അതുപോലെ ഒരുപക്ഷെ ഇറാഖും ജോർദാനും ഒക്കെ യുദ്ധം അവസാനിപ്പിക്കണം. മേഖലാ രാജ്യങ്ങൾ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇറാൻ അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നില്ല. നീണ്ടുപോയിക്കോട്ടെ. നീണ്ടു പോയി കഴിഞ്ഞാൽ പിന്മാറേണ്ടി വരും അമേരിക്കയ്ക്ക് എന്ന് ഇറാൻ അറിയാം. അതുകൊണ്ട് അത് നീണ്ടുപോയിക്കോട്ടെ. ഇസ്രായേൽ ഒരിക്കലും അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹമില്ല, ഇറാനെ പൂർണ്ണമായി നശിപ്പിക്കണം. അപ്പോൾ ഈ പൊസിഷൻസ് ഒക്കെ ക്ലിയറാണ്. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് യുദ്ധം മുന്നോട്ട് പോകുന്നതിൽ വലിയ താല്പര്യമില്ല. ഞാൻ ലോകത്തെ എല്ലാ രാജ്യങ്ങളുടെയും താല്പര്യങ്ങൾ അങ്ങ് എണ്ണിപ്പറഞ്ഞു എന്ന് മാത്രം. ദയവായി പ്രേക്ഷകർ തെറ്റിദ്ധരിക്കരുത്. അതാണ് താല്പര്യങ്ങൾ. ഇന്ത്യക്ക് എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് താല്പര്യം. ചൈനയ്ക്ക് എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് താല്പര്യം. ഈ 2 രാജ്യങ്ങളുടെയും എനർജി റിക്വയർമെൻറ്റ്സിൻ്റെ നല്ല ഭാഗവും വരുന്നത് പേർഷ്യൻ ഗൾഫ് മേഖലയിൽ നിന്നാണ്. അതുകൊണ്ട് തീർച്ചയായും യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. പക്ഷേ അവർക്ക് നയതന്ത്ര നീക്കങ്ങളിൽ ആ രീതിയിൽ ശ്രദ്ധ ചെലുത്താൻ കഴിയുന്നില്ല. ഇറാനെ ഒരു രീതിയിൽ കൺവിൻസ് ചെയ്യാൻ ചൈനയ്ക്ക് കഴിയും എന്നതും വിസ്മരിക്കുന്നില്ല. അതേപോലെ യൂറോപ്യൻ രാജ്യങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആഫ്രിക്ക കാര്യമായി ഇൻവോൾവ് അല്ല. കാരണം ആഫ്രിക്കയിൽ തന്നെ എണ്ണ ഉത്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുണ്ട്, എണ്ണ ഉപഭോഗമുള്ള രാജ്യങ്ങളുണ്ട്. അതുകൊണ്ട് അവർ ഏതാണ്ട് ന്യൂട്രലാണ്. ഈ കാര്യത്തിൽ അവരാരും നേരിട്ട് ഇടപെട്ടിട്ടില്ല, ഈജിപ്റ്റ് ഒഴിച്ച്. ഈജിപ്റ്റ് ഒരു മധ്യസ്ഥ രാജ്യമാണ്. അപ്പോൾ ഈ മധ്യസ്ഥ രാജ്യങ്ങൾ പാകിസ്ഥാൻ, ഖത്തർ, വിവിധ ഘട്ടങ്ങളിലായി ഖത്തർ, പാകിസ്ഥാൻ, ഒമാൻ ആൻഡ് ഈജിപ്റ്റ്, ഈ 4 രാജ്യങ്ങൾ മധ്യസ്ഥ ശ്രമങ്ങൾ മാറിയും മറിഞ്ഞും ഒളിഞ്ഞും തെളിഞ്ഞും പല സമയങ്ങളിലായി നടത്തുന്നു. ഈ മധ്യസ്ഥ ശ്രമങ്ങൾ ഒന്നും തന്നെ പൂർണ്ണമായി ഒരു സന്ധിയിൽ എത്തിയിട്ടില്ല. അതുപോലെ പാലസ്തീൻ വിഷയവും ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ കിടക്കുന്നു. ട്രംപിൻ്റെ ബോർഡ് ഓഫ് പീസ് ഇപ്പോഴും പാതി വഴിയിൽ നിൽക്കുകയാണ്.
അപ്പോൾ എത്ര തലങ്ങളിൽ സംഘർഷമുണ്ടാകാം? ലെബനൻ ഇസ്രായേൽ സംഘർഷം തുടരുന്നു. ഇസ്രായേൽ ഹമാസ് അല്ലെങ്കിൽ ഗാസയിലെ സംഘർഷം അറുതി വന്നു എങ്കിൽ പോലും അവിടെ സമാധാന പ്രക്രിയ പൂർണ്ണമായി വന്നിട്ടില്ല. ഹൂതികളും സൗദിയും തമ്മിൽ സംഘർഷത്തിലാണ്. ഇപ്പോൾ ഇതാ പുതിയൊരു സംഘർഷം എന്ന രീതിയിൽ ഇറാൻ അനുകൂല മിലീഷ്യകൾ ഇറാഖിൽ നിന്നുകൊണ്ട് സൗദി അറേബ്യയെ ആക്രമിച്ചിരിക്കുന്നു. ഇപ്പോൾ നിലവിൽ ഇന്നത്തെ നിലയിൽ ഇപ്പോൾ കമ്പോള നിലവാരം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. തമാശ, ദയവായി തെറ്റിദ്ധരിക്കരുത്, തമാശ ആണെന്ന് കരുതരുത്, അത് കമ്പോള നിലവാരമാണ്. ഇന്നത്തെ നിലയിൽ ഇപ്പോൾ ഈ നിമിഷം ഗൾഫ് പ്രദേശത്ത് ഏറ്റവും സമ്മർദ്ദം അനുഭവിക്കുന്ന രാജ്യം സൗദി അറേബ്യയാണ്. സൗദി അറേബ്യയുടെ തെക്ക് പടിഞ്ഞാറൻ മേഖലയിൽ ഹൂതികൾ ഉയർത്തുന്ന വെല്ലുവിളി, വടക്കും കിഴക്കും മേഖലയിൽ ഇറാഖിൽ നിന്നും ഇറാൻ അനുകൂല മിലിഷ്യകൾ നടത്തുന്ന ആക്രമണം, എണ്ണപ്പാടങ്ങൾ, അറാംകോയുടെ ഉൾപ്പെടെ എണ്ണപ്പാടങ്ങൾ നിരന്തരം ആക്രമണ വിധേയമാകുമ്പോൾ സൗദി ഇപ്പോൾ ആശ്വസിച്ചിരുന്നു. ഇറാനിൽ നിന്ന് നേരിട്ട് ആക്രമണം ഇല്ലല്ലോ ഈ വെയ്വിൽ. പക്ഷേ ഇറാനിൽ നിന്നല്ല, ഇറാൻ അനുകൂല മിലിഷ്യകളിൽ നിന്നും ആക്രമണം നേരിടുന്നു. അപ്പോൾ ഇത് അനന്തമായി നീളാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് ഗിവ് പീസ് എ ചാൻസ്, ഗിവ് ഡിപ്ലോമസി എ ചാൻസ്. അതിന് ഡിസിഷൻ മേക്കേഴ്സിൻ്റെ 3 പേരുടെ തീരുമാനം വളരെ വളരെ നിർണായകമാണ്. അത് ഇറാൻ്റെ നേതൃത്വത്തിൻ്റെ അല്ല, മറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർണായകമായ തീരുമാനമാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നിർണായകമായ ഒരു തീരുമാനമാണ്. സൗദി അറേബ്യയുടെ രാജാവ് അല്ലെങ്കിൽ രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാൻ വളരെ നിർണായക റോൾ വഹിക്കേണ്ടതുണ്ടെന്നാണ് എൻ്റെ പക്ഷം. കാരണം ഗൾഫ് രാജ്യങ്ങളെ ഒരുമിപ്പിച്ച് നിർത്താനും ഒരു മേഖലാ പരിഹാരത്തിന് മധ്യസ്ഥത നിൽക്കാനും, അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളുടെ സ്വരമായി, അത് ഏറ്റവും വലിയ രാജ്യം സൗദിയാണ്, ഈ ഈജിപ്തിനെ കൂടി ചേർത്തുകൊണ്ട് ആ പ്രോസസ്സിൽ തുർക്കി, ഈജിപ്റ്റ്, ഗൾഫ് രാജ്യങ്ങൾ, സൗദി അറേബ്യ, അവിടെ പാകിസ്ഥാൻ വലിയ കാര്യമൊന്നുമില്ല, എല്ലാം ചേർത്തുകൊണ്ട് തങ്ങളാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. തങ്ങൾ ഒറ്റക്കെട്ടായി പറയുന്നു ഇറാനുമായി സന്ധി ചെയ്യാൻ തയ്യാറാണ് എന്ന നിലപാടെടുക്കുകയും അത് അമേരിക്കയെ അറിയിക്കുകയും റഷ്യയുടെ കൂടെ സാന്നിധ്യത്തിൽ ചൈനയും റഷ്യയും, ചൈനയ്ക്ക് അവിടെ കാര്യമില്ലെന്ന് പറയരുത്, ചൈന ഒരു എനർജി കൺസ്യൂമിങ് സ്റ്റേറ്റ് ആണ്, ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ്, പരസ്യമായി സൈന്യത്തെ അയക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് അമേരിക്കയുടെ കയ്യിൽ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ക്ഷമിക്കണം, പ്രേക്ഷകർ ക്ഷമിക്കണം, അങ്ങനെ ഒരു റാഡിക്കൽ തോട്ട് എൻ്റെ ഭാഗത്തുനിന്ന് വരുന്നുവെങ്കിൽ ക്ഷമിക്കണം. നാളുകളുടെ രാഷ്ട്രീയം ഒരുപക്ഷെ അങ്ങനെയാണ്. ഇത് അമേരിക്കയുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞു. റഷ്യയും ചൈനയും അമേരിക്കയും ഇറാനും ഗൾഫ് രാജ്യങ്ങളും എല്ലാം പരസ്പരം ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട ഒരു അവസ്ഥയിലായിരിക്കുന്നു. ഇസ്രായേലിൻ്റെ കാര്യത്തിൽ ഉറപ്പുകൾ അമേരിക്ക കൊടുക്കേണ്ടി വരും. വേറെ ഒരു രാജ്യവും ഇസ്രായേലിന് വേണ്ടി ഉറപ്പുകൾ കൊടുക്കില്ല. അത് പാലിക്കാൻ ഇസ്രായേൽ നിർബന്ധിതരാണ്. ഇസ്രായേൽ ലംഘിച്ചു കഴിഞ്ഞാൽ, ഈ ഉറപ്പുകൾ, നൽകപ്പെടുന്ന ഉറപ്പുകൾ ഇസ്രായേൽ ലംഘിക്കുന്നു എങ്കിൽ അതിന് പ്രായശ്ചിത്തം, പരിഹാരം എന്നത് അമേരിക്കയുടെ റെസ്പോൺസിബിലിറ്റിയായി കൂടി മാത്രമേ വരൂ. വേറെ ആരും വിചാരിച്ചാൽ, ചൈനയോ റഷ്യയോ യൂറോപ്യൻ യൂണിയനോ അറബ് രാജ്യങ്ങളോ വിചാരിച്ചാൽ ഇസ്രായേലുമായി ഒരു ബന്ധവും ഒരു രീതിയിലും ഇസ്രായേൽ നിയന്ത്രിക്കാനാവില്ല. ഇനി അമേരിക്കയ്ക്ക് ഏത് രൂപത്തിൽ നിയന്ത്രിക്കാം? സമാന്തരമായി ഈ പ്രക്രിയയോടൊപ്പം തന്നെ അബ്രഹാമിക കരാറുകളുടെ 2ാം രൂപം, സെക്കൻഡ് കണ്ടിൻജന്റ് ഓഫ് എബ്രഹാമിക് അക്കോർഡ്, അത് പുനരാരംഭിക്കണം. ഒരുപക്ഷെ ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ അമേരിക്ക സന്ദർശന വേളയിൽ ട്രംപിൻ്റെ നമ്പർ 1 താല്പര്യം ഇറാൻ വിഷയമായിരിക്കില്ല, അബ്രഹാമിക് കരാറുകളായിരിക്കാം. തൻ്റെ കാലത്ത് എല്ലാ ഗൾഫ് രാജ്യങ്ങളെ കൊണ്ടും, കഴിയുമെങ്കിൽ എല്ലാ അറബ് രാജ്യങ്ങളെ കൊണ്ടും ഇസ്രായേലിനെ അംഗീകരിപ്പിക്കാൻ ഒരു ധാരണ അങ്ങനെ ഉണ്ടാവുമെങ്കിൽ ഇസ്രായേലിൻ്റെ സുരക്ഷാ പാരഡൈം, സുരക്ഷാ ഭീഷണി, സുരക്ഷാ പെർസ്പെക്റ്റീവ് അഡ്രസ്സ് ചെയ്യപ്പെടും. അപ്പോൾ അതുകൊണ്ട് സമാധാനിക്കുമെങ്കിൽ ഓക്കെ, ഫൈൻ. അതുകൊണ്ട് അതിനർത്ഥം ഈ ഇസ്രായേലിന് ഗൾഫ് രാജ്യങ്ങൾ കീഴടങ്ങുന്നു എന്നല്ല. ഇസ്രായേലുമായി രമ്യതയിൽ പോകാൻ ഗൾഫ് രാജ്യങ്ങൾ തീരുമാനിച്ചാൽ ഇസ്രായേലിന് നേരെ അങ്ങനെ ഒരു ത്രട്ടില്ല. ഈ ത്രട്ടില്ല എങ്കിൽ ഇസ്രായേലിൻ്റെ ആണവ പദ്ധതി ഉൾപ്പെടെ അനവസരത്തിലാണ് എന്നതാണ് പലരും ചിന്തിക്കുന്നത്. ഇറാൻ ഇല്ലല്ലോ, ഇസ്രായേൽ ഉണ്ടല്ലോ. ഇപ്പം ആണവ വിഷയം എന്ന് പറഞ്ഞാൽ തീരെ ലഘുവായി കാണരുത് ദയവായി. കാരണം ആണവ രാജ്യമായി ഇസ്രായേലിനെ ആ രീതിയിൽ ആർക്കും എതിർക്കാനാവില്ല. ആണവ ബോംബ് അറ്റ കൈക്ക് ഇസ്രായേൽ പ്രയോഗിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാകും. മറ്റൊരു രാജ്യത്തിനും ചുറ്റുപാടുമുള്ള പാകിസ്ഥാൻ ഒഴിച്ച്, അത് പാകിസ്ഥാൻ തൊട്ട് ചുറ്റുപാടല്ല, വളരെ മാറിക്കിടക്കുന്ന രാജ്യമാണ്, അല്ലാതെ ഒരു രാജ്യത്തിനും ആണവ ആയുധങ്ങൾ ഇല്ല. ഒരുപക്ഷെ യുദ്ധത്തിൻ്റെ ബാക്കി പത്രമായി വരാൻ പോകുന്നത് ആണവവൽക്കരണത്തിലേക്ക്. ഇപ്പം സൗദി അമേരിക്ക ആണവ കരാർ, അത് സിവിലിയൻ ന്യൂക്ലിയർ എനർജി അഗ്രിമെൻ്റ് ആണെങ്കിൽ പോലും വന്നു കഴിയുന്നു, അത് വരുന്നു. ഇപ്പം സൗദിക്ക് പുറമെ ഇപ്പോൾ തുർക്കി വരാം, ഈജിപ്റ്റ് വരാം, മറ്റ് രാജ്യങ്ങൾ ആണവ സമ്പുഷ്ടീകരണത്തിലേക്ക് നീങ്ങാം.
അപ്പോൾ ഇതൊക്കെ കൂടുതൽ പ്രശ്നങ്ങളാകുന്നത് കൊണ്ട് ഇസ്രായേലുമായി എത്രയും പെട്ടെന്ന് അറബ് രാജ്യങ്ങൾ സന്ധി ചെയ്തുകൊണ്ട് അബ്രഹാമിൻ്റെ പേരിലോ അല്ലാതെയോ സന്ധി ചെയ്യുക എന്നതും ആത്യന്തികമായ പ്രശ്നപരിഹാരത്തിന് ഒരു കാരണമാണ്. അതുകൊണ്ട് ഇതിപ്പോൾ ഓരോ വിഷയം അമേരിക്ക ഇറാൻ വിഷയം അങ്ങ് പരിഹരിച്ചു കഴിഞ്ഞാൽ എല്ലാം പരിഹരിക്കും എന്നർത്ഥമില്ല. പക്ഷേ ഒരു തുടക്കം എന്ന നിലയിൽ ഹോർമൂസ് ആദ്യം തുറക്കണം, ചെങ്കടൽ മേഖല സുഗമമാകണം, അങ്ങനെ നീക്കി സമഗ്രമായ മേഖലാ കരാറിൽ ഒപ്പിടണം. അതിന് ചൈനയുടെയും റഷ്യയുടെയും ഒക്കെ തന്നെ ഒരു എൻഡോഴ്സ്മെൻറ്റ് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ പരിഹാരങ്ങളുള്ളൂ. അതിൻ്റെ ഒരു തുടക്കമെന്ന നിലയിൽ ഒരു പക്ഷേ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ അമേരിക്ക സന്ദർശനത്തിനെയോ വ്ളോഡിമിർ സെലൻസ്കിയുടെ ഇംഗ്ലണ്ട് സന്ദർശനത്തിനെയോ അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ഒമാൻ ഇറാൻ സമാധാന ചർച്ചയുടെ ഹോർമൂസ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയുടെയോ ഒക്കെ സ്പിരിറ്റ് അതിൻ്റെ പശ്ചാത്തലത്തിൽ വേണമെങ്കിൽ കാണാം എന്ന് മാത്രം. സമാധാനം പുലരട്ടെ.